മലയാള ചലച്ചിത്രവേദിയിലെ താരങ്ങൾ അന്താക്ഷരി പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ജനറേറ്ററിന്റെ ശബ്ദമുണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന MS തൃപ്പൂണിത്തറയാണ് തുടക്കക്കാരൻ. ഗുരുവായൂരപ്പ എന്നാ പിന്നെ ഞാനോട് തുടങ്ങണ്ട. മുല്ലപ്പൂവും പള്ളിയിലോ മുക്കൂറ്റി കവളിലോ അല്ലി വളർ വിഴിയിലോ ഞാനറിഞ്ഞു. ഏനറിയില്ല ഏനറിയില്ല ഏഴിമലക്കാട്ടിലെ മലങ്കുറവാ. ഓ, എന്ത് വൃത്തികെട്ട പാട്ടൊക്കെയാണോ ഈ പാടുന്നത്? ഏലിമലക്കാട്ടില് മലം കുറവാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതലുള്ള സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് മേടിക്ക്. വൃത്തികെട്ട ഒരു ശബ്ദവും അതിനേക്കാൾ വൃത്തികെട്ട ഒരു പാട്ടും. ജനാർദ്ദന, താൻ വെറുതെ വാഴ പഠിച്ചിട്ട് കാര്യമില്ല. മാവൂട്ടി ഒരു പാട്ട് കൊണ്ട് മാറൂ. മാകൂട്ടി പാട്ടല്ല, മാ വെച്ച് രണ്ട് തെറിയാ പറയേണ്ടത്. 2004 ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എന്തായാലും മാ വെച്ച് അസലൊരു പാട്ട് ഞാൻ പാടാം. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ നിനക്കിനി കഴിവില്ലെങ്കിൽ മാപ്പു തരൂ, മാപ്പു തരൂ. നിർത്തി. ഈ കണക്കിന് പോയാ പെറ്റ തള്ള പോലും മാപ്പ് തരില്ല കൂട്ട. തന്ത തരുവാ കൂട്ട. ചിലപ്പം അമ്മായി അപ്പം നിന്നേക്കും. നന്നായി. ഏതായാലും മാ വെച്ച് ഞാനും ഒരു പാട്ട് പാടാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, തന്റെ തിന്മയുടെ ചെളിയുണ്ടോ? ഉരുട്ടി എടുക്കാം കൂട്ടാ. ഇത് ചെളിയല്ല കൂട്ടാ, എന്റെ സ്റ്റൈലാ. വൃത്തികെട്ട സ്റ്റൈൽ. മായല്ലേ? മോഹങ്ങൾ മുരാടിച്ചു, മോതിരക്കൈ മുരാടിച്ചു, മനസ്സു മാത്രം മുരാടിച്ചില്ല, മനസ്സ് മുരാടിച്ചില്ല. എടാ, ഒരു പാട്ട് പാടുമ്പോൾ അക്ഷരത്തിന് പ്രാധാന്യം വേണം. ഏതക്ഷരം? ചാം ചക്ക ചൂം ചക്ക ചുമരി ചച്ച, ചാം ചക്ക ചൂം ചച്ച ചുമരി ചച്ച. നിർത്തിട കോട്ടി. ഇനി ഞാൻ പോരാ. ഏതക്ഷരം? എന്ന് പറയുമ്പോൾ കരാട്ടെ പഠിക്കാണ്. അല്ല, ചാവച്ച് ഞാൻ പോരാ. ചക്രവർത്തിനിയും നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പവാതികം പുറത്തു വെച്ചു. നീ നഗ്നവാദിയായി അകത്തോട്ട് വാടി. എടി, അകത്തോട്ട് വരാനാ പറഞ്ഞത്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. പ്രായം ഇത്രയൊക്കെ ആയിട്ടും മസാറിന്റെ ആഗ്രഹം കൊള്ളാം. പുഷ്പവാതകം പുറത്ത് വെച്ചിട്ട് നഗ്നവാദിയായിട്ട് അകത്തോട്ട് വരാൻ. പെണ്ണ് മാത്രമായിരിക്കില്ല, ചിലപ്പോ അമ്മാവനും ആങ്ങളെയും അച്ഛനൊക്കെ ഉണ്ടാവും. എന്തായാലും വാ വെച്ച് ഞാനൊരു പാട്ട് പാടാം. പാട്ടെ. വാവാ മനോരഞ്ജനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി, നളദമയന്തി കഥയിലെ ദമയന്തി അല്ലേ, കണ്വാശ്രമത്തിലെ കാവ്യ ശകുന്തളയല്ലേ, ഓമർ ഖയാമിന്റെ മധുരം തുളുമ്പുന്ന മധുപാത്രമോ അലൂമിനിയം പാത്രമോ എന്തോ അല്ലേ. അയ്യാ, ഒരു പാട്ട് പാടാൻ പറയുമ്പോ ചുമ്മാതെ എരുമ അമർന്ന പോലെ കിടന്ന് ഞാൻ പപ്പുവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മാന്യന്മാർ സംസാരിച്ചിരിക്കുമ്പോ ഇടയ്ക്ക് കയറി എന്നൊക്കെ നിൽക്കരുതെന്ന്. കുഞ്ഞുങ്ങളെ, ഇതുങ്ങളെ, ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു മുട്ടക്കാട്ടം കടല, മനസ്സിലായ? അപ്പൊ ആ കടലിനകത്തോട്ട് നമ്മൾ 2 കൈ കുത്തിയിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കക്കായും ഞണ്ടും കടവരാലും എല്ലാം കൂട്ടി കലക്കി എടുക്കുമ്പോഴാണ് സംഗീതം ആകുന്നത്. മനസ്സിലായ? ഏതാക്ഷരം? പിടിച്ചു പിടിക്കാം. ഒരു പൊണ്ണു വന്ന് ഞാൻ പാത്തേ വീട്ടിൽ തിരിപ്പോന്ന് കേട്ടേ. അവള് ചിരിച്ചായിരിക്കണു, ചിരിച്ചില്ലായിരിക്കണു. പപ്പൂ സംശയിക്കണു, നമ്മുടെ പേര് തന്നെ പപ്പൂ. അയ്യേ, കുറെ നേരായി തുടങ്ങിട്ട്. സംഗീത ബോധമില്ല. ഏതക്ഷരം? ഏതാ? മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു അക്ഷരം മാറ്റുമോ? എനിക്ക് വെച്ചിട്ടുണ്ട്. പാനല്ലേ? ഉറപ്പാ? അതെ. പായലരികത്ത് വലയെറിഞ്ഞപ്പോ വളക്കിലിക്കിയ സുന്ദരി, പായലരികത്ത് വലയെറിഞ്ഞപ്പോ വളക്കിലിക്കിയ സുന്ദരി. എങ്ങനെയുണ്ട്? അതെ, ഈ കായലരികത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, പായലരികത്ത് നമ്മൾ ആദ്യം. എടാ പോത്തെ,
കായലല്ലേ പായലുള്ളത്, അപ്പൊ കുഴപ്പമില്ല, അവർ അച്ഛനമ്മല്ലേ, പ്രശ്നമില്ല. ഇനി ഞാൻ പാടട്ടോ, കാവച്ച് നല്ലൊരു നാടൻപാട്ട് ഞാൻ പാടാം കേട്ടോ. കുഞ്ഞുനാളും ചെറുപ്പത്തിലല്ലേ ഞാൻ കണ്ടാതല്ലേടി, അച്ഛനുള്ളൊരു കാലത്തിലല്ലേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടാതല്ലേടി, നിന്നെ ഞാൻ കണ്ടാതല്ലേടി, നിന്നെ ഞാൻ കണ്ടാതല്ലേടി. തീർത്ത് നിങ്ങളൊക്കെ മുടുക്കന്മാരായി. എനിക്കെന്താ പാടാ അറിഞ്ഞൂടെ? നിങ്ങളൊക്കെ കാവച്ച് പാടി, നമ്മൾ കവച്ച് പാടുന്നു. അയ്യേ കവച്ച് പാട്. അല്ല, കാവച്ച് തന്നെ കുറച്ച് വലിഞ്ഞു പോയതാണ്. നമ്മൾ പാടിക്കോട്ടെ. നല്ല അസല് പാട്ടാണ്. ഓർക്കസ്ട്രക്കാരെ ഇവിടെ കുറച്ചു ഈ ദുനിയാവിൽ പോയിരുന്ന എങ്ങനെ കാണുന്നത്? പാതാട്ടിരിക്കുന്നത്. താളം തെറ്റിക്കരുത്. അതെന്താ? എനിക്ക് താളമില്ല. അതന്നെ കാര്യം കേട്ടോ. അപ്പൊ തുടങ്ങാമല്ലോ. കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പറന്ന വീട്, അല്ലോ കാട്ടിൽ ചിറകു വീശി തളർന്ന സുലൈമാൻ ഇരുന്ന കൂട്. ഇത് മാപ്പിളപ്പാട്ടല്ലേ? മാപ്പിളപ്പാട്ടല്ല. നമ്മൾ ഏത് പാട്ട് പാടുമ്പോഴും ഇങ്ങനെ സ്റ്റൈൽ ഉണ്ടാവും. അപ്പൊ വേറെ സിനിമ പാട്ട് പാടാൻ നോക്കട്ടെ. സംശയം നോക്കിയോ. ഓമലാളെ കണ്ടു ഞാൻ, പൂങ്കിനാവിൽ കണ്ടു ഞാൻ, അല്ല ഓമലാളെ കണ്ടു ഞാൻ, പൂങ്കിനാവിൽ കണ്ടു ഞാൻ. ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ജന്മനാൽ ഇങ്ങനെ ജാതികളുടെ സത്യമാഷി വന്നു. സത്യമാഷ പറച്ചോനെ, സോറി ഒന്നും വിചാരിക്കില്ല. ഇനി ഇവിടെ ഗിയർ മാറിയിട്ട് ഈ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും. ഫസ്റ്റ് ഇട്ട് സത്യം, ഫസ്റ്റ് ഇട്ടാണ്. അമ്മച്ചിയെ കാണാൻ സെക്കൻഡ് വരുന്നുള്ള ഗിയർ ഒരുപാടുണ്ട്. ഒരു വലിയ മീനെ പിടിക്കാനായിട്ട് നത്തോലി പിടിക്കാൻ പോകുമ്പോഴേ അമ്മ അറിയാം. ഫോർത്ത് ഇനി ഹനുമാൻ ഗിയറോടെ ഉള്ളു കേട്ടോ. ഇട്ടോ ഒരു കാവച്ച് അത് തന്നെ, അത് തന്നെ. അമ്മേ റിവേഴ്സ് ഇട്ട് ഏതായാലും കാവച്ച് ഞാനൊരു പാട്ട് കൈ ഇടിക്കുവോ അവനെ? കറുപ്പിനഴകമ്മേ, വെളുപ്പിനും ഉണ്ടമ്മച്ചി അഴക. ഇല്ലെങ്കിൽ പ്രശ്നമായോട് ഇപ്പൊ മൊത്തത്തിൽ. സത്യം. അപ്പൊ എന്റെ പൊന്നമ്മച്ചി പറയുന്നത് ബാക്കിയുള്ള കളറിനൊന്നും അഴകില്ലെന്നാണോ അമ്മേ? ഏതായാലും പുലരിയിലെ പുതുമഴയായിട്ട് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂന്തേൻ കുളിരാണ് എന്റെ അമ്മച്ചി. അയ്യോ അയ്യോ, you bloody plastic buttons. This is Transport Corporation. I can understand the understanding. അതെ, ഞാൻ പാടാം. എടാ പിശാചുമോറോ, ഇങ്ങനെയല്ല പാടേണ്ടത്. ഏതാക്ഷരം? ആരാരോ ആരിരാരോ അച്ഛന്റെ മോൻ ആരാരോ അമ്മക്ക് നീ ഞാനല്ലേ ആയിരം വല്ലി പൂവല്ലേ പൂ അതിന്റെ പൂ. മാളാരവിന്ദം പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. കൊച്ചുപ്രേമം വന്നു, കൊച്ചുപ്രേമം പാടൂരി. ഈ വാ വെച്ചിട്ട് അസലായിട്ടൊരു ഗാനം ഞാൻ പാടുന്നത്. വായല്ലേ ദിലീപ് പാടിയ തിളക്ക് പണിതിരത്തിലെ പാട്ടായി. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ കല്യാണം, കക്കവെള്ളം പുളിശ്ശേരി, കൂച്ചവെള്ളം ഉപ്പേരി, സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ കല്യാണം. എങ്ങനെയുണ്ട് എന്റെ കല്യാണം? പിന്നെ പിന്നെ വാവച്ചില്ലാതെ മൂക്കുച്ചനോട് പാടിയത് ചുമ്മാതെ മസിലും പിടിപ്പിച്ചോണ്ട് നിൽക്കുക മണ്ടങ്ങുണാപ്പി. ഞാൻ തെറ്റുകാരായി. അസൽ പട്ടണം പാടാൻ പോകും. 4 വർഷം പഠിച്ചാണ് സംഗീതം. ഡാൻസ്. മമ്മൂട്ടിയുടെ പട്ടണം. പട്ടണം. പട്ടാളം. എടാ പന്തി ദേ കിടക്കുന്ന പിന്നെ പട്ടാളം. നിർത്തി. ഇഷ്ടമല്ലടാ, ഞാൻ പഠിപ്പ് ഇഷ്ടമല്ല. അയാൾ വാവച്ച ബുക്ക് എനിക്ക് ഇഷ്ടമല്ലടാ, നിന്നെ തൊട്ടുനോട്ടം എനിക്ക് ഇഷ്ടമല്ലടാ. കൊച്ചു കള്ളനെ എടാ, വേണ്ട മോനെ വേണ്ട മോനെ വേണ്ടടാ. മൂളി ശാരദേ, എന്തായാലും പിടിവിട്ട് കഴിയും. ഇനി ഞാനൊരു പാട്ട് പാടാം. യെസ്, ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, പിന്നെ സമയം കിട്ടിയെങ്കിൽ ഒന്നും കൂടെ വന്നിട്ട് ചുറ്റിയടിച്ചിട്ട് പോയാട്ടെ. ബീഗി 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 ബീഗി, പിന്നെ ഒരു 5-6 തവണ കൂടി ബീഗി 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 ബീഗി.
ജോസ് പ്രകാശ്, ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ ബോയ്സ്, ഹൗ ആർ യു? ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മിസ്റ്റർ ബോയ്സ്, ഇവിടെ തന്നെ എന്നോടൊപ്പം പാട്ട് പാടിയവരാരും ഇന്ന് വരെ ജീവനോടെ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാട്ട് ഞാൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാനും ഒരു ഗാനം ആലപിക്കാം. എനിക്കൊരു പെണ്ണുണ്ട്, കവിളിൽ തേനുണ്ട്, കരളിൽ അനുരാഗത്തേനോ മറ്റോ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. നല്ല കുട്ടിയാടാ. കപ്പലിലാണെങ്കിൽ 1000 വൈര നെക്ലേസുകൾ നിറഞ്ഞ സ്വർണ്ണപ്പെട്ടികളുണ്ട്. അവയെടുക്കാൻ ഒരുത്തിനെ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് മിസ്റ്റർ ബോയ്, ഈ ഇരട്ടക്കുഴ തോക്കിൽ മൊത്തം 4 ഉണ്ടകളുണ്ട്. അതിൽ 3 എണ്ണം നിങ്ങൾക്കിരിക്കട്ടെ മിസ്റ്റർ കോട്ടയത്തി, മിസ്റ്റർ ഷാജോൺ, മിസ്റ്റർ കലാപനവാദ്. എല്ലാവരും എൻ്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ഇന്ന് തട്ടിക്കളിക്കാനുള്ള അവസരമായി. ഈ തോക്കിൽ ഇനി അവശേഷിക്കുന്നത് ഒരുണ്ട മാത്രം. അത് ഞാനായിട്ട് എന്തിനും ബാക്കി വെക്കണം. അത് എനിക്കും ഇരിക്കട്ടെ.